ഇന്നത്തെ വീഡിയോയുടെ ആൻറ്റിക് ഫോക്സിൻ്റെ ട്രാൻസ്പെറൻറ്റ് മൗസാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്. ഇത് ഞാൻ 2-3 മാസം യൂസ് ചെയ്ത പ്രോഡക്റ്റാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇതിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബോക്സ് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ബ്ലൂടൂത്ത് പ്ലസ് വയർലെസ് റിസീവർ മൗസാന്ന് എഴുതിയിട്ടുണ്ട്. സൈഡ് വരുവാണെങ്കിൽ ആൻറ്റിക് ഫോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ വരുവാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് കീ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ 76 ഗ്രാം വെയിറ്റ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ്ങും ടൈപ്പ് സി ചാർജർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. 1 വർഷം വാറന്റിയും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഡ്യുവൽ ബ്ലൂടൂത്ത് എന്ന് വെച്ചാൽ 2 ബ്ലൂടൂത്തിലും ഒരു വയർലെസ് റിസീവറിലും കണക്ട് ചെയ്യാൻ പറ്റും. 2.4 GHz റിസീവർ ഉണ്ട്. സൈലന്റ് ടച്ച്, സൈലന്റ് ആയിട്ടുള്ള ഒരു ടച്ച് ആണ് എന്ന് പറയുന്നുണ്ട്. അപ് ടു 2400 DPI വരുന്നുണ്ട്. നമുക്കത് DPI ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 400 mAh ബാറ്ററി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും 400 കുറവായിരിക്കുന്നു, പക്ഷേ 400 നല്ല കൂടുതലാണ്. കാരണം ഇതിപ്പം ഞാൻ മേടിച്ചൊരു കറക്റ്റ് മന്ത് ഞാനിപ്പോൾ സൈഡിൽ കൊടുക്കാം. അത്രയും നാളായി മേടിച്ച് ഇതുവരെയായിട്ട് കുത്തിയിട്ടിട്ടില്ല. ആകെ കൂടെ 90% മാത്രമേ, എന്നുവെച്ചാൽ 100% ചാർജ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിച്ചത്. ആകെ 10% ഇത് കുറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇത് തുറക്കാം. ഇവിടെ ആയിട്ടൊരു സീൽ വരുന്നുണ്ട്. ആ സീൽ പൊട്ടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കിതിങ്ങനെ തുറക്കാം. മൗസ് ഉണ്ട്, അതിനകത്ത് ഒരു ചാർജറും ഉണ്ട്. വേറെ ഇതിനകത്തൊന്നുമില്ല. ചാർജർ നോക്കുവാണെങ്കിൽ A to C ആണ്. ചാർജറുടെ വലിയ നീളമില്ല, എന്നാലും ഈ ഒരു ലെങ്ത് വരുന്നുണ്ട്. ഈ ഒരു ലെങ്ത് ആണ് ഈ ചാർജറിന് വരുന്നത്. നമുക്ക് ചാർജർ മാറ്റി വെക്കാം. മൗസിലേക്ക് വരുവാണെങ്കിൽ മൗസ് നോക്കുവാണെങ്കിൽ മൊത്തം ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ഇതിനകം മൊത്തം കാണാം. താഴെയാണ് ഇതിൻ്റെ പവർ ഓൺ സ്വിച്ചൊക്കെ. ഇതൊന്നും ഇല്ലാത്തതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു ഇച്ചിരിതാണ്. ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്തപ്പോഴും ഇവിടെ ആയിട്ടാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇവിടെ ആയിട്ട് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് 2 ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും പിന്നെ ഡോങ്കിളിലുള്ള ഡോങ്കിൾ സ്വിച്ച് ചെയ്യാനും, ഇത് മോഡുകൾ സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഓൺ ഓഫ് ബട്ടണും താഴെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഇതനുസരിച്ച് ഈ ബട്ടൺ മണ്ടയിൽ കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. പിന്നെ മണ്ട ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സ്ക്രോൾ, പിന്നെ ഇവിടെയിട്ട് ഡെസ്ക്ടോപ്പ് ഐക്കണും പിന്നെ DPI ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് തുറക്കാവുന്നതാണ്. അതിന് ശേഷം ഇവിടെ ആയിട്ട് ബ്ലൂടൂത്ത് ടോങ്ങിളുണ്ട്. അത് മാഗ്നറ്റിക് അറ്റാച്ചബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. വലിയ കുഴപ്പമില്ല, പോകുന്നില്ല. പിന്നെ ഇതിനകത്തെല്ലാം നല്ല രസമുണ്ട്. ഇതിനകത്തെല്ലാം നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തെ പകുതി എല്ലാം മിക്ക കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇതൊരു മാജിക് മൗസിന്റെ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈനാണ്. പിന്നെ ഫ്രണ്ടിലായിട്ടാണ് ഇതിന്റെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് സെൻസറും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ആൻറ്റിക് ഫോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇത് ഓൺ ആക്കാനായിട്ട് താഴത്തെ ബട്ടൺ ജസ്റ്റ് ഒന്ന് മണ്ടയിലേക്ക് പൊക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഓൺ ആകും. ഇവിടെ ആയിട്ട് ബാറ്ററി ഇൻഡിക്കേഷനും പിന്നെ ഇവിടെ ആയിട്ട് ഒരു RGB ആൻറ്റിക് ഫോക്സ് എന്നുള്ളത് RGBയിലും കാണിക്കും. ഈ RGB വേണ്ടെങ്കിൽ നമ്മുടെ ഈ DPI ബട്ടൺ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് ഓഫ് ആക്കാനും ഓൺ ആക്കാനും സാധിക്കും. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. സ്റ്റാൻഡ് ബൈ മോഡിൽ ഓൺ ആവുകയും ചെയ്യും. ബാറ്ററി ഇൻഡിക്കേഷൻ ഇച്ചിരി കഴിയുമ്പോൾ ഓഫ് ആയി പോകും. പിന്നെ DPI സ്വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിൽക്കുമ്പോൾ ഇത് അതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറുന്നതാണ്. ചുമതയായി, പച്ചയായി, നീലയായി, അങ്ങനെ ഇത് DPIക്ക് അനുസരിച്ച് കളർ മാറുന്നതാണ്. അങ്ങനെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഡെസ്ക്ടോപ്പ് ബട്ടൺ വിൻഡോസ് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അതായത് നമ്മൾ കുറേ വിൻഡോസ് ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ അത് ഈ ഡെസ്ക്ടോപ്പ് ബട്ടൺ ഞെക്കുവാണെങ്കിൽ വേഗം തന്നെ ഓഫായി എല്ലാം മിനിമൈസ് ആയി പോയിക്കോളും. പക്ഷേ മാക് ഡിവൈസ് ആപ്പിൾ ഡിവൈസിനകത്തൊന്നും ഇത് സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ഇത് മാക്ബുക്കിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു മൗസായിട്ട് തന്നെയാണ് തോന്നുന്നത്. മാജിക് മൗസിൻ്റെ ആ ഒരു കുഞ്ഞു ഷേപ്പാണ്. വലിയ കംഫർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ബട്ടൻ്റെ ഒട്ടും ഒച്ചയില്ല. ഒട്ടും നല്ല അത്യാവശ്യം
നല്ല നോയ്സ് ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ വലിയ ജോയിന്റ് വരുന്നില്ല, ഇവിടെ വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ മണ്ടവശം പോറാനും ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൈ വെക്കുമ്പോൾ ഇങ്ങനെ പോറാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇതേ ഞെക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കും, നമുക്ക് മനസ്സിലാക്കാം. പച്ചയാണെങ്കിൽ ആ ഡോങ്കിള്, ദെൻ നീല രണ്ടെണ്ണമാണ് ഇതിന്റെ രണ്ട് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മൗസാണ് ഇത്. ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. പക്ഷെ ഇതൊന്ന് വലിയ യൂസ് ഇല്ലെങ്കിൽ, ജസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു 2-3 മണിക്കൂറേ യൂസ് ആണെങ്കിൽ ഇത് ഒരു 2-3 മാസം എന്തായാലും നിൽക്കും. ഇതുവരെയായിട്ട് ഞാൻ മേടിച്ച ദിവസം തൊട്ട് ഇതുവരെയായിട്ടും ഇത് ഞാൻ കുത്തിയിട്ടിട്ടില്ല. ആദ്യം മേടിച്ച ദിവസം മാത്രമേ കുത്തിയിട്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞും ഇത് കുത്തിയിട്ടിട്ടില്ല. ഇത്രയും ബാറ്ററി നിൽക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ബാറ്ററി നിൽക്കും. പിന്നെ ഇവിടെ ആയിട്ട് ഈ ബാറ്ററിയുടെ ഇവിടെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, LED കൊടുത്തിട്ടുണ്ട്.